ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സ്റ്റെഫി പറയുന്നുണ്ട്, ആ ഗുണ്ടകൾക്ക് പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ ഗംഗനെ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതി കൊടുക്കാൻ പോവാണ്. അപ്പൊ ആ ഗുണ്ടകൾ പറയുന്നുണ്ട്, അല്ല നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസർ വേണ്ട പോലെ അന്വേഷിക്കോ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റെഫി പറയുന്നുണ്ട്, വേണ്ട പോലെ അന്വേഷിച്ചില്ലെങ്കിൽ എനിക്ക് അതിനുള്ള എങ്ങനെ അന്വേഷിപ്പിക്കും, അവരെ കൊണ്ടൊക്കെ എങ്ങനെ അന്വേഷിപ്പിക്കണമെന്ന് എനിക്കറിയാം എങ്ങനെ അന്വേഷിപ്പിക്കണം എന്നുള്ള കാര്യം. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല. പക്ഷെ അവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചെന്നാണ് എന്റെ പേടി. അവൻ കാർത്തികയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ട് അവനെ കുറിച്ച് ഒരു അറിവില്ല. അതാ എനിക്കൊരു ടെൻഷൻ. അഥവാ അവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നോക്കിക്കോ, പിന്നീട് ഈ ലോകത്ത് ഞാനും ഉണ്ടാവില്ല. പക്ഷെ ഈ ലോകത്ത് നിന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് അവന് മരണത്തിന് കാരണക്കാരായ ആ ലക്ഷ്മി അമ്മ, അതുപോലെ തന്നെ ആ കാർത്തിക, കല്യാണി, കിരൺ, പിന്നെ കാർത്തികിനെ കല്യാണം കഴിച്ച ആ ദിലീപ്, അവരെയൊക്കെ ഇല്ലായ്മ ചെയ്തിട്ടേ ഞാൻ ഈ ലോകത്തുനിന്ന് പോവുള്ളൂ. എന്റെ ഗംഗയ്ക്ക് വേണ്ടി എനിക്ക് അതെങ്കിലും ചെയ്യണം എന്ന് സ്റ്റെഫി പറയാണ്. അപ്പൊ സ്റ്റെഫി എടുത്ത് ഗുണ്ടകൾ പറയുന്നുണ്ട്, ഞങ്ങൾ നിന്റെ കൂടെ തന്നെയുണ്ട് സ്റ്റെഫി. പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെയും വന്നാലും ഞങ്ങളെങ്ങാനും പോലീസ് കണ്ട് അപ്പ പിടിച്ച് ലോക്കപ്പിലേക്ക് ഇടും. നിങ്ങൾ വരണ്ട, ഞാൻ ചെന്നൈന്ന് കുറച്ച് ആ പിള്ളേർക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എല്ലാരും കൂടി എത്തുമ്പോഴേക്കും നമുക്ക് ആ കാർത്തികയുടെ വീട് അലങ്കോലമാക്കണം. രക്തം കൊണ്ട് നിറയണം അവളുടെ വീട്. അവള് സന്തോഷിച്ച് നടക്കായിരിക്കും ഗംഗയുടെ ശല്യമില്ലെന്ന് ഓർത്തിട്ട്. പക്ഷെ ഗംഗ ഇല്ലാതാക്കിയാലും ഗംഗക്ക് കൂട്ടായിട്ട് നമ്മളൊക്കെ ഉണ്ടെന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് സ്റ്റെഫി പറയാട്ടോ. അതിനുശേഷം സ്റ്റെഫി പിന്നീട് നേരെ പോണത് നമ്മുടെ പരാതി കൊടുക്കാനായിട്ടാണ്. പോലീസ് സ്റ്റേഷനിലേക്കല്ല, അതിനേക്കാളും മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് സ്റ്റെഫി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്റെ കാമുകനായിട്ടുള്ള അല്ലെങ്കിൽ എന്റെ സുഹൃത്തായിട്ടുള്ള ഗംഗപ്രസാദിനെ കാണാനില്ല നമ്മൾ പരാതി എഴുതിയിട്ട് കൊണ്ടുപോവാണ്. പോലീസുകാരൊക്കെ സ്റ്റെഫിനെ കളിയാക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ വെച്ചിട്ട് അവൻ ആരെങ്കിലും തല്ലി കൊന്നു കാണുമായിരിക്കും. അയാളെ കുറിച്ച് ആലോചിക്കാതെ 2 ആഴ്ചയിലെ പരോളുള്ളൂ. ആ പരോൾ 2 ആഴ്ച വേണ്ടപ്പെട്ടവരെയൊക്കെ പോയി കണ്ടിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ എന്നിട്ട് തിരിച്ച് ജയിലിലേക്ക് കയറാൻ നോക്കാം. അവൻ അന്വേഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റെഫിനെ പുച്ഛിക്കുമ്പോൾ സ്റ്റെഫി പറയുന്നുണ്ട്, അതെ, ഈ നാട്ടിൽ നമ്മളെ പോലെ തന്നെ ജീവിക്കാൻ എല്ലാ അവകാശമുള്ള ഒരാളാണ്. ഈ നാട്ടിലെ പൗരനാണ് ഗംഗപ്രസാദ്. പോലീസുകാർ ചിരിക്കാണ്, ആര് പൗരനാണെന്നോ? ഇത് നീ ഇപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞു, വേറെ ആർക്കും പറയല്ലേ? അതെ സാറേ, അമ്മയെ തല്ലിയാലും 2 പക്ഷത്തുണ്ടെന്ന് കേൾക്കാറില്ലേ? ഗംഗ അത്ര വലിയ ക്രൂരനല്ല, അതിനേക്കാൾ വലിയ കൊലപാതകം ചെയ്തവരൊക്കെ മാന്യന്മാരുടെ മുഖംമൂടിട്ടിട്ട് ഇപ്പോഴേ സമൂഹത്തിൽ നടക്കുന്നില്ലേ? പിന്നെയാണോ ഗംഗ? എന്തായാലും ഗംഗനെ കാണാനില്ല. അവൻ എന്ത് സംഭവിച്ചുള്ളത് എനിക്കറിയണം. നിങ്ങൾ ഇത് കേസ് എടുത്തില്ലെങ്കിൽ ഞാൻ ഇതിനേക്കാളും വലിയ ആൾക്കാരെ കാണാൻ പോകും. എന്തെങ്കിലും ആവട്ടെ, നീ വാ, സാറകത്തുണ്ട് എന്ന് പറഞ്ഞ് സ്റ്റെഫിനെ അകത്തേക്ക് കൊണ്ടുപോവാണ്. എന്താ എന്ന് DVSP ചോദിക്കുമ്പോഴേക്കും സ്റ്റെഫി പറയുന്നുണ്ട്, എന്റെ പേര് സ്റ്റെഫി എന്നാണ്. അപ്പൊ അടുത്തുള്ള പോലീസുകാരൻ പറയുന്നുണ്ട്, അയ്യോ വെറും സ്റ്റെഫി എന്ന് പറഞ്ഞ പോരെ സർ, ഇതാ ഗംഗപ്രസാദ് ഉണ്ടല്ലോ, ആ പിടികിട്ടാ പോലെ അവന്റെ കാമുകിയാണ്. ഇവള് ലോക്കപ്പിലായിരുന്നു, പരോളിൽ ഇന്നലെ ഇറങ്ങിയേ ഉള്ളൂ. എന്താ കൊച്ചെ ഇങ്ങോട്ടൊക്കെ എന്ത്? പരോളിന് ഇറങ്ങിയ സ്വന്തം വീട്ടുകാരെ കാണാൻ പോണം, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കാണാൻ പോണം, അല്ലെങ്കിൽ പരോളിന് ആഗ്രഹമുള്ളതൊക്കെ വാങ്ങിക്കുകയും കഴിക്കുകയും അതുപോലെ തന്നെ ഇഷ്ടമുള്ളതൊക്കെ പോയിട്ട് തിരിച്ചു കയറണം. അതല്ലേ വേണ്ടത്. അല്ലാതെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും എന്തിനാ വന്നത്? സർ, എന്റെ സുഹൃത്താണ് ഗംഗപ്രസാദ്. അവനെ കാണാനില്ലാണ്ട് കുറച്ച് ദിവസങ്ങളായി. അവൻ ആരെങ്കിലും തല്ലിക്കൊന്നു കാണും. സർ, ഇങ്ങനെ പറയല്ലേ. ഗംഗേനെ കുറിച്ച് അന്വേഷിക്കണം, അന്വേഷിച്ചേ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും തലപ്പത്തുള്ളവരെ എനിക്ക് പരിചയമുണ്ട് സർ, ഞാൻ അവിടേക്ക് പോകും. എന്തെങ്കിലും ആവട്ടെ, നീ ആ പരാതി തന്നിട്ട് ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. സർ, പരാതി വെറുതെ വാങ്ങിച്ചു വെച്ചാ പോരെ, അന്വേഷിക്കണം. ഞാൻ 2 ആഴ്ച കഴിയുമ്പോഴേക്കും പരോളിൽ പോകും. എനിക്ക് അതിനു മുമ്പ് തന്നെ ഗംഗപ്രസാദിന് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ശരി, പരാതി കൂടെ ഞാൻ വായിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോലീസ് ആ പരാതി വായിച്ചു നോക്കട്ടെ പൊട്ടിച്ചിരിക്കുകയാണ്. ഓ കൊള്ളാം, ഗംഗപ്രസാദിനെ കാണാനില്ല. ഒരു പെൺകൊച്ച് അവന്റെ തലയ്ക്ക് വില പറഞ്ഞിരിക്കുകയാണ്. അവനാരെങ്കിലും കൊന്നാൽ പോലും പൈസ ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കണം സർക്കാർ, മനസ്സിലായോ? അങ്ങനെയുള്ള ഒരുത്തിനെ കാണാനില്ലെന്ന് പറഞ്ഞാല് കാണാനില്ലെന്ന് വെച്ചാൽ കാണില്ല. സാറിന് പരാതി എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്ക്, കേസ് അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിക്കുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് തന്നേക്ക്. നിങ്ങളെക്കാളും മുകളിലുള്ള ആൾക്കാരൊക്കെ എനിക്ക് പരിചയമുണ്ടെന്ന് സ്റ്റെഫി പറയാണ്. വേണ്ട, എന്താ നീ ഒരു പരാതി തന്നല്ലേ, ഞങ്ങൾ അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് പോലീസ് ആ പരാതി മേടിച്ചു വെക്കാണ്. സ്റ്റെഫി അവിടെ നിന്ന് പോകുന്നുണ്ട്. പോലീസുകാരൻ പറഞ്ഞിട്ടോ, എന്ത് പിടികിട്ടിയ പൊളിയാണെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കാം, എന്നിട്ട് ജയിലിലേക്ക് തന്നെ ഇടാലോ. എന്തായാലും അവനെ കാണാനായത് ആ കാർത്തികയുടെ വിവാഹത്തിന് അവിടെ എത്തിയെന്നല്ലേ ഇവള് പറയണത്. അവിടെ വെച്ച് നമുക്ക് തുടങ്ങാം. അതായത് കാർത്തികയുടെ വിവാഹം എവിടെയാണ് നടന്നതെന്നും ആരാണ് ആ വിവാഹത്തിൽ പങ്കെടുത്തത്, എത്ര പേരും പങ്കെടുത്തു, ഏത് ഹോളിലാണ് നടന്നെന്നും അവിടെ CCTV ഉണ്ടെങ്കിൽ അതിന്റെ ദൃശ്യങ്ങളും എല്ലാം വേണം. അവൻ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അഥവാ അവനെ ചത്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. എന്തായാലും ഇവിടെ അന്വേഷിക്കാൻ വേണ്ടി തന്നതല്ലേ, ഇത് നമ്മൾ അന്വേഷിച്ചില്ലെങ്കിൽ പിന്നെ അതിനായോ പിന്നെ പ്രശ്നങ്ങൾ. ഒരു കാര്യം ചെയ്യാം, ആദ്യം നമുക്ക് ആ കിരണിന്റെയും കല്യാണിന്റെയും വീട്ടിലേക്ക് പോവാം. അവര് മുഖേനയാണല്ലോ ഇത് തുടങ്ങി വെച്ചത്. അവിടെ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് വേണമെങ്കിൽ നമുക്ക് ആ ഓഡിറ്റോറിയത്തിൽ പോയിട്ട് അവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു തീരുമാനത്തിലെത്താം.
എന്ന് ആ പോലീസ് പറയാട്ടോ. ശരി സർ, നമുക്ക് എന്നാ ഇപ്പൊ തന്നെ പുറപ്പെടാം എന്ന് പോലീസുകാര് പറയുന്നുണ്ട്. അങ്ങനെ അവർ അപ്പൊ തന്നെ കിരണിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോലീസ് ജീപ്പ് അപ്പൊ തന്നെ കയറുവാട്ടോ അവരെല്ലാവരും കൂടി. സ്റ്റെഫി ഇല്ല, ബാക്കി പോലീസുകാരൊക്കെ അങ്ങോട്ട് കയറാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന സരയൂനെയാണ്. സരയു ജയിലിൽ തന്റെ അച്ഛൻ രാഹുലിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അച്ഛൻ രാഹുൽ പറഞ്ഞു, ആ മോളെത്തിയോ, കുറച്ചു ദിവസമായാലും മോളെ ഇവിടെ കണ്ടിട്ട്. ഇപ്പൊ കിരണും കല്യാണിയൊന്നും ഓഫീസിൽ വരുന്നില്ലല്ലോ, ആ കാർത്തികയുടെ വിവാഹം തലയെ വെച്ച് നടക്കില്ല രണ്ടാരും. അപ്പൊ അതുകൊണ്ട് ഓഫീസിൽ കുറച്ച് വർക്കുണ്ട്. എന്ത് ചെയ്യാനാ മോളെ, നിന്റെ പേരിലുള്ള കമ്പനി ആയിരുന്നില്ലേ, ഇപ്പൊ നീ അവിടുത്തെ വെറും ജോലിക്കാരിയായി. നീ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നോ ആ കമ്പനി നിനക്ക് ഇതുപോലെ ജോലി എടുക്കേണ്ടി വരുമെന്ന്? ഇല്ല അച്ഛാ, അങ്ങനെ ഞാൻ വിചാരിച്ചില്ല. പക്ഷെ എനിക്ക് അതിൽ ഒരു കുറ്റബോധവും ഇല്ല. പക്ഷെ എനിക്കിപ്പൊ കുറ്റബോധം തോന്നുന്നുണ്ട് അച്ഛാ ഒരു കാര്യത്തിൽ എന്ന് സരയു പറയാണ്. അത് കേട്ട് രാഹുൽ ചോദിക്കണ്ട, എന്റെ മോൾക്ക് എന്ത് കാര്യത്തിലാ കുറ്റബോധം തോന്നുന്നത്? കിരണിനെ കൈവിട്ട് കളഞ്ഞതിൽ. അത് ഞാൻ മോളത്തെ എപ്പോഴും പറയണ കാര്യമല്ലേ. കിരൺ എന്റെ മോളുടെ ജീവിതത്തിൽ വന്നിരുന്നെങ്കിൽ ഒരിക്കലും മനോഹരനെ മോൾ പരിചയപ്പെടില്ലായിരുന്നു, ഈ ഒരു ചതി മോൾക്ക് ഉണ്ടാവില്ലായിരുന്നു. പിന്നെ ആ കല്യാണം എന്ന് പറഞ്ഞവൾ ആ രാജപ്പനെ പോലെയുള്ളതോ അല്ലെങ്കിൽ ആ മന്ദബുദ്ധിയായിട്ടുള്ള ബൈജുവിനെ പോലെയുള്ള ആരെങ്കിലും വിവാഹം കഴിച്ച് അവരുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അവിടെ എങ്ങാനും മൂലക്കിരിക്കേണ്ടവളായിരുന്നു, സംസാരിക്കാൻ പോലും പറ്റാതെ. എന്ത് പറയാനാ, അവൾ ആ പാല് വിൽക്കാൻ വേണ്ടി നമ്മുടെ കമ്പനി വന്നതാണ് അവശകുനായി പോയത്. അതോടെ കൈവിട്ടു പോയ എല്ലാ കാര്യങ്ങളും. മോളെ, ഇപ്പോഴും സമയം വൈകിട്ടില്ലെന്നേ ഞാൻ പറയുള്ളൂ. നോക്ക്, മനോഹർ നിന്റെ ജീവിതത്തിൽ നിന്ന് പോയി, അതുപോലെ തന്നെ കിരണിന്റെ ജീവിതത്തിൽ നിന്ന് കല്യാണിയും പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്കും കിരണിനും ഒന്നാവാൻ ഒരു പ്രശ്നവും ഇല്ല. നീയും കിരണും ഒന്നാവണം മോളെ, അതാണ് നിയമം, അതാണ് ന്യായം. നിന്റെ മുറച്ചെറുക്കനാണ് കിരൺ, അപ്പൊ നീയാണ് അവിടെ കല്യാണം കഴിക്കേണ്ടത്. മനോഹർ എന്തായാലും നിന്റെ ജീവിതത്തിന് തിരിച്ചു വരത്തില്ല, കല്യാണി ഇല്ലാതാവണം. അപ്പോഴേ നിനക്ക് ഇനി കിരണിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറാൻ പറ്റും. അച്ഛാ, അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട് അച്ഛാ. എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ കിരണിന്റെ ജീവിതത്തിലേക്ക് കയറണം അച്ഛാ. പഴയ ആ ജീവിതം, എന്റെ കളിക്കൂട്ടുകാരനായ കിരണിനെ എനിക്ക് വേണം അച്ഛാ. ഇപ്പഴാ എനിക്ക് അവന്റെ ആ ഒരു മഹിമ മനസ്സിലാവണത്. അവൻ എത്ര നല്ലൊരു പയ്യനായിരുന്നു. എന്റെ ബുദ്ധി എപ്പോഴാ തലതിരിഞ്ഞു പോയത്. അതൊന്നും നീ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. നോക്ക്, കിരണിനും കല്യാണിക്കും ഒരു കുഞ്ഞുണ്ട് അല്ലെ, നിനക്കും മനോഹരനും ഒരു കുഞ്ഞ്. ആ കല്യാണം ഇല്ലാതായി കഴിഞ്ഞാൽ കിരണിന്റെ കുഞ്ഞ് നീ പൊന്നു പോലെ സ്നേഹിക്കണം, നിന്റെ കുഞ്ഞിനെ പോലെ തന്നെ. അപ്പൊ അങ്ങനെ പതുക്കെ പതുക്കെ കുഞ്ഞിന്റെ മനസ്സിൽ ഇടം പറ്റിയതിനു ശേഷം നീ കിരണിന്റെ മനസ്സിലേക്ക് ഇടം പറ്റണം. എന്തായാലും രൂപയും ചന്ദ്രസേനും നിന്റെ കൂടെ നിൽക്കുള്ളൂ. കിരൺ അങ്ങനെ കല്യാണി മരിച്ച അവൻ ആ ഭാഗത്തേക്ക് വിടാനൊന്നും അവന് തയ്യാറാവില്ല. അവനൊരു ജീവിതമല്ലേ ഉള്ളൂ. വേറെ ഒരു 2 വർഷം കഴിയുമ്പോൾ വേറെ വിവാഹം കഴിക്കാൻ വേണ്ടി അവര് തന്നെ അവനെ നിർബന്ധിക്കും. അപ്പൊ എന്തുകൊണ്ട് നിന്റെ കാര്യം അവര് പറയുക തന്നെ ചെയ്യും. അതുകൊണ്ട് മോളെ, നീ ഇനി സമയം വൈകിപ്പിക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ ആ കല്യാണിനെ ഇല്ലാതാക്കണം. ശരി അച്ഛാ, ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അച്ഛൻ ആ വാർത്ത കേൾക്കും, കല്യാണി മരിച്ചു എന്നും കിരൺ എന്റെ കഴുത്തിൽ താലി കെട്ടിയതും. മോളെ, അങ്ങനെ കിരണിന്റെ കഴുത്തിൽ താലി കെട്ടാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് ചത്താലും കുഴപ്പമില്ല മോളെ എന്ന് പറയണം. ശരി അച്ഛാ, അത് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സരി അവിടുന്ന് പോകുന്നുണ്ട്. രാഹുലിന് ഭയങ്കര സന്തോഷമാവട്ടെ. രാഹുൽ കാര്യം വിക്രത്തോട് പറഞ്ഞിട്ടാ, വിക്രമേ എന്റെ മോള് പഴയ പോലെ ആയടാ, അവൾക്കിപ്പൊ കിരണിനോട് വല്ലാത്തൊരു പ്രണയവുമാണ്, കല്യാണി ഇല്ലാതാവാൻ ആഗ്രഹിക്കുക അവള്. നന്നായി അങ്കിള്, കല്യാണി ഇല്ലാതാവണം, അതിനെ സരുവിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. കല്യാണിക്കിപ്പോ സരുവിനെ ഭയങ്കര വിശ്വാസമല്ല, ആ വിശ്വാസം മുതലെടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതിനുശേഷം വീണ്ടും കാണിക്കുന്ന കിരണിനെയാണ്. കിരൺ കല്യാണിത്ത് പറയുന്നുണ്ട്, കല്യാണി നിന്റെ വിഷമങ്ങളൊക്കെ ഇപ്പൊ മാറിയല്ലോ, കാർത്തികയുടെ വിവാഹം കഴിഞ്ഞു, എല്ലാം നന്നായിട്ട് നടന്നു. ഇനി നിന്റെ അമ്മയുടെ ആഗ്രഹം പോലെ ഗംഗപ്രസാദന്റെ ശല്യവും തീർന്നു. അതെന്താ കിരണേട്ടൻ അങ്ങനെ പറഞ്ഞത്? അല്ല, അവൻ വരേണ്ടതാണെങ്കിൽ ഇപ്പോഴേ വന്നാനെ, അവൻ ചത്തു മടിഞ്ഞു കാണും കല്യാണി എന്നൊക്കെ കിരൺ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കല്യാണിനെ. ആ ഒരു ഭാഗത്തോടാണ് പ്രൊമോ തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.